24 വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 2 വ്യാഴാഴ്ച മിഥുനം 18. ഇന്നും കാര്യമായി തന്നെ മഴയുണ്ട്. വടക്കൻ കേരളത്തിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. കാലവർഷം അങ്ങനെ തുടരും. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്ര ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പില്ല. ഇന്നൊരു പ്രധാനപ്പെട്ട കേസിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഇപ്പോൾ ഈ സർക്കാരിൻ്റെ സമയത്തുമൊക്കെ ഹൈക്കോടതിയിലൊക്കെ വലിയ വിഷയമായ അല്ലെങ്കിൽ വലിയ നിലയിൽ സർക്കാരിനും സർക്കാർ ഉദ്യോഗസ്ഥർക്കും വിമർശനം കേട്ടൊരു കേസിൽ ഇന്നൊരു നിർണായക നീക്കം നടക്കുന്നുണ്ട്. അത് കശുവണ്ടി അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. LDF സർക്കാർ ഈ കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയിരുന്നില്ല. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി കോൺഗ്രസിന്റെ UDFന്റെ സർക്കാർ നൽകിയിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള തുടർ പ്രതികരണങ്ങളൊക്കെ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നലെ നിയമസഭയിൽ നമ്മൾ കണ്ടതാണ്. വിദേശ നിക്ഷേപത്തിലെ ആശങ്ക ഭരണപക്ഷവും പ്രതിപക്ഷവും പങ്കുവെക്കുന്നുണ്ട്. അതിനിടയിൽ അദാനി അപേക്ഷയും വെച്ചു കഴിഞ്ഞു ഈ വിഴിഞ്ഞത്തെ ഓഹരി വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിലൊക്കെ എന്താണ് സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഒക്കെ പ്രതികരണങ്ങൾ കാത്തിരിക്കുന്നു. ഒപ്പം സമാധാന ചർച്ചകൾ അല്ലേ? അതെ, അമേരിക്ക ഇറാൻ സമാധാന നീക്കങ്ങൾ വീണ്ടും സജീവമാകുകയാണ്. അപ്പോൾ ഇതുൾപ്പെടെ ഒരുപാട് വാർത്തകൾ ഇന്നും പ്രേക്ഷകരെ കാത്തിരിപ്പുണ്ട്. ന്യൂസ് ബ്രേക്സ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. കശുവണ്ടി അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ, കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ MD രതീഷ് എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യാനാണ് സർക്കാർ അനുമതി നൽകിയത്. തീരുമാനം സർക്കാർ എന്ന ഹൈക്കോടതിയെ അറിയിക്കും. ഇതോടെ നിലവിൽ ഖാദി ബോർഡ് സെക്രട്ടറിയായി രതീഷിന് സ്ഥാനം നഷ്ടമാകും. INTUC സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം R ചന്ദ്രശേഖരന് രാജിവെക്കേണ്ടിയും വരും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വിഷ്ണു, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രധാനപ്പെട്ട നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നത്. ഈ അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. എങ്ങനെയാകും ഇനിയുള്ള നടപടിക്രമങ്ങൾ? പ്രവിധ, വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഹൈക്കോടതി വളരെ കർശന നിർദ്ദേശം സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ അനുമതിയുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം നൽകണമെന്നാണ് നിർദ്ദേശം. നേരത്തെ സംസ്ഥാന സർക്കാരിന് അതുമായി ബന്ധപ്പെട്ടുള്ള നിയമോപദേശം അടക്കം ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാവുന്നത്. അതിൽ പ്രധാനമായും ഈ R ചന്ദ്രശേഖരൻ, അതോടൊപ്പം തന്നെ KA രതീഷ് അടക്കമുള്ള ആളുകളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി നൽകും എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. കഴിഞ്ഞ സർക്കാർ പലതവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അതിരൂക്ഷ വിമർശനം കോടതിയിൽ നിന്ന് കേട്ടതാണ്. എന്തിനാണ് ഒരു ഇടത് സർക്കാർ ഇത്തരത്തിൽ നടപടികൾ സ്വീകരിക്കുന്നതെന്ന് കഴിഞ്ഞ പിണറായി സർക്കാരിനെ ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ച് അതിരൂക്ഷ വിമർശനം നടത്തിയിരുന്നു. അതിന് പിന്നാലെ മുഹമ്മദ് ഹനീഷിനെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പ്രധാനമായും ഇതിൽ കുറ്റങ്ങളില്ല, അല്ലെങ്കിൽ ഇതിൽ അഴിമതി നടന്നിട്ടില്ല തുടങ്ങിയ വാദങ്ങളാണ് മുഹമ്മദ് ഹനീഷ് സത്യവാങ്മൂലത്തിൽ നൽകിയത്. പക്ഷേ കോടതി അത്തരത്തിലൊരു നിലപാടല്ല സ്വീകരിക്കുന്നത്. മുഹമ്മദ് ഹനീഷിനെതിരെ കോടതിയലക്ഷ്യ നടപടി എടുക്കുകയോ അദ്ദേഹം മാപ്പെഴുതി കൊടുക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ അതേ നയം ഈ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കും. വലിയ ചർച്ചയായ വിഷയമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ വിചാരണ നടപടിയിലേക്ക് കടക്കും. 2026-15 കാലഘട്ടത്തിൽ കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് വ്യാപക അഴിമതി നടന്നിട്ടുണ്ട്. 80% അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് CBIയുടെ കണ്ടെത്തൽ. അതിലാണ് പ്രോസിക്യൂഷൻ നടപടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശരി, അതാണ് വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. മുൻപ് LDF സർക്കാർ ഈ അനുമതി നിഷേധിച്ചിരുന്നു. ഗൂഗിൾ പലതവണ 3 തവണ അനുമതി നിഷേധിച്ചു. അത് തന്നെ വലിയ ചർച്ചയായിരുന്നു. മാത്രമല്ല കോടതിയിൽ നിന്ന് ഉദ്യോഗസ്ഥരെ അടക്കം വിളിപ്പിച്ച് APM മുഹമ്മദ് ഹനീഷിനെയൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു കോടതിയലക്ഷ്യ കേസ് കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളൊക്കെ വലിയ ചർച്ചയായതാണ്. എന്തുകൊണ്ട് R ചന്ദ്രശേഖരൻ INTUC സംസ്ഥാന പ്രസിഡന്റിന് LDF സർക്കാർ കവചമൊരുക്കുന്നു എന്നതായിരുന്നു ചോദ്യം. ഇപ്പോൾ കോൺഗ്രസ് ഭരണത്തിൽ, UDF ഭരണത്തിൽ ആ കവചം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു സംരക്ഷണം ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പ്രോസിക്യൂഷൻ അനുമതി പക്ഷേ സർക്കാർ നൽകും എന്നത് R ചന്ദ്രശേഖരൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ വന്ന അദ്ദേഹത്തിന്റെ പ്രതികരണം അങ്ങനെയായിരുന്നു. സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നൽകുമോ എന്നത് അറിയില്ല, അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ നിയമപരമായി നേരിടുമെന്നായിരുന്നു ഒടുവിലെത്തിയ അദ്ദേഹത്തിന്റെ പ്രതികരണം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട അനുമതി തേടി സർക്കാരിന് കത്ത് നൽകിയിരിക്കുകയാണ് അദാനി ഗ്രൂപ്പ്. ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ അടക്കം ഉൾപ്പെടുത്തിയാണ് കത്ത് നൽകിയത്. സെബിയുടെ അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് വളരെ വേഗം സർക്കാരിന് കത്ത് നൽകിയിരിക്കുന്നത്. ഇന്നലെ നിയമസഭയിലടക്കം വലിയ ചർച്ചയായതാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇക്കാര്യത്തിൽ ബഹുഭൂരിപക്ഷം ഓഹരിയും ഒരു കമ്പനിക്ക്, പ്രത്യേകിച്ച് MSC പോലെയുള്ള ഒരു കപ്പൽ കമ്പനിക്ക് കൈമാറുമ്പോൾ ഒരു കുത്തകവൽക്കരണം നടക്കും, ഒരു മത്സര സാധ്യത കുറയും, മറ്റ് കമ്പനികൾ വിഴിഞ്ഞത്തേക്ക് വരുന്നതും വിഴിഞ്ഞത്തിന്റെ വളർച്ചയും അത് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക പങ്കുവച്ചിരുന്നു. അപ്പോൾ 5 കാര്യങ്ങൾ പരിഗണിച്ച് മാത്രമേ അനുമതി നൽകൂ എന്നതാണ് ഇന്നലെ VD സതീശൻ, മുഖ്യമന്ത്രി, തുറമുഖ വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഇന്നലെ സഭയിൽ പറഞ്ഞത്.
ജിബിൻ JB ഉണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ജിബിൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെ വലിയ ചർച്ചയായതാണ്. വിഴിഞ്ഞം വലിയ നിക്ഷേപം പ്രതീക്ഷിക്കുമ്പോൾ അത് ഒറ്റ കമ്പനി, അതും MSC എന്ന കപ്പൽ ഭീമൻ അതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അതൊരു തിരിച്ചടിയാകുമോ എന്ന ആശങ്ക കൂടി ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേ സമയം പങ്കുവെക്കുകയാണ്. അനുമതി തേടിയിട്ടില്ല എന്നതായിരുന്നു ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം. വാർത്തകൾ മാത്രമാണ് ഇക്കാര്യം അറിഞ്ഞതെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ കത്തെത്തിയിരിക്കുന്നു, അനുമതി തേടിയുള്ള അപേക്ഷ വന്നിരിക്കുന്നു. ഇനി സർക്കാർ എടുക്കുന്ന തീരുമാനവും പ്രതിപക്ഷത്തിന്റെ നിലപാടുമൊക്കെ ഇതിൽ ചർച്ചയാകും. ഗുഡ് മോർണിംഗ് ഗോകുലൻ പ്രവിത. കാരണം അത് തന്നെയാണ്. കാരണം സംസ്ഥാന സർക്കാരിനും അതുപോലെ പ്രതിപക്ഷത്തിനും വലിയ രീതിയിലുള്ള ആശങ്കകൾ നിലനിൽക്കുകയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് വലിയ രീതിയിലുള്ള വിദേശ നിക്ഷേപം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ അദാനിയുടെ ഗ്രൂപ്പ് വലിയ രീതിയിൽ സജീവമാക്കിയിരിക്കും. കാരണം വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി രൂപീകരിച്ചത്. ഈ കമ്പനിയുടെ 49% ഓഹരികളാണ് അന്താരാഷ്ട്ര കപ്പൽ ഭീമൻ കമ്പനികളായിട്ടുള്ള കപ്പൽ ഭീം കമ്പനിയായ MSCക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം ഇപ്പോൾ അദാനി ഗ്രൂപ്പ് സജീവമാക്കിയിരിക്കുന്നത്. ഈ 49% ഓഹരി എന്ന് പറയുമ്പോൾ ഏകദേശം 13,000 കോടി രൂപയുടെ ഓഹരിയാണ്. അല്ലെങ്കിൽ 13,000 കോടിയുടെ ഒരു വലിയ രീതിയിലുള്ള വിദേശ നിക്ഷേപമാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ അദാനി ഗ്രൂപ്പ് തയ്യാറായിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രി VD സതീശൻ പ്രതിപക്ഷം ഇത് ഒരു ആശങ്കയെ ഉന്നയിച്ച സമയത്ത് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ നീക്കങ്ങളും സംസ്ഥാന സർക്കാരിന്റെ അടുത്തേക്ക് ഇതുവഴി വിഴിഞ്ഞം പോർട്ട് ഭാരവാഹികൾ എത്തിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പക്ഷേ ഇതിനെല്ലാം പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി അദാനി ഗ്രൂപ്പ് ഈ ഓഹരി നീക്കവുമായി ബന്ധപ്പെട്ട വിഴിഞ്ഞം അദാനി ഗ്രൂപ്പ് മുഖ്യമന്ത്രി പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെയും സമീപിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഓഹരി കൈമാറണമെന്നുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ ഇത് അനുമതി ലഭിക്കേണ്ടത് സെബിയുടെ ഭാഗത്ത് നിന്നാണ്. സെബിയുടെ ഭാഗത്ത് നിന്ന് തത്വത്തിൽ ഒരു അംഗീകാരം ലഭിച്ചതിന് പിന്നാലെയാണ് അദാനി ഗ്രൂപ്പ് ഈ ഒരു നീക്കവുമായി സംസ്ഥാന സർക്കാരിന്റെ അനുമതി തേടി എത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിലിനി നിർണായകമായ കാര്യമെന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് അത് നേരിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം പ്രത്യേകിച്ച് ധനവകുപ്പും അതുപോലെ തന്നെ നിയമ വകുപ്പുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ഒരു പരിശോധനകൾ ഇതിൽ നടത്തേണ്ടതുണ്ട്. കാരണം ഈ വിഴിഞ്ഞം തുറമുഖം അത് പ്രവർത്തന സജ്ജമായി കഴിഞ്ഞാൽ അതിന്റെ 75% ഓഹരി ഈ കമ്പനിക്ക് കൈമാറുമെന്നുള്ള ഒരു ധാരണ ഈ കരാറിലുണ്ട്. പക്ഷേ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പണികൾ 2ാം ഘട്ടത്തിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. പൂർണ്ണ തോതിൽ ഇത് പ്രവർത്തന സജ്ജമായിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ അദാനി പ്രൈവറ്റ് ലിമിറ്റഡ് അതിന്റെ 49% ഓഹരി വിൽക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വിദേശ നിക്ഷേപം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇനി സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിയമവകുപ്പ് അതുപോലെ തന്നെ ധനവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി പരിശോധന നടത്തണം. അങ്ങനെ സംസ്ഥാന സർക്കാർ കൂടി ഇതിന് അനുമതി ലഭിച്ചു കഴിഞ്ഞാലും ഇനിയും പിന്നെ വലിയ രീതിയിലുള്ള കടമ്പകൾ കടക്കേണ്ടതുണ്ട്. കാരണം പിന്നീട് ഇതിലുമായി ബന്ധപ്പെട്ട് നിർണായകമായ തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. കാരണം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുന്നത് ഒരു തന്ത്രപ്രധാനമായ ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഡിഫൻസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പരിശോധനകൾ ഇതിൽ നടക്കണം. അങ്ങനെ ഈ പരിശോധനകൾക്കെല്ലാം ശേഷം കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഏകോപനം നടത്തും. അതിനുശേഷമായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ കൂടി അനുമതി ലഭിക്കുക. അതുകൂടി ലഭിച്ചാൽ മാത്രമേ ഈ 13,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം വിഴിഞ്ഞത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അദാനി ഗ്രൂപ്പിന്റെ ശ്രമങ്ങൾ അത് വിജയം കാണിക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അറിയിപ്പും അല്ലെങ്കിൽ ഒരു കത്ത് ലഭിച്ചിട്ടില്ല എന്നുള്ള മുഖ്യമന്ത്രി പറഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇപ്പോൾ വിഴിഞ്ഞം അദാനി പ്രൈവറ്റ് ലിമിറ്റഡ് കത്തുമായി ബന്ധപ്പെട്ട് അതായത് ഇതുമായി ബന്ധപ്പെട്ട് അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിനെ സമീപിക്കുകയും ചെയ്തിട്ടുള്ളൂ. പക്ഷേ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിഷയമായി ഇത് മാറിയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷം ഇത് വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉന്നയിച്ച നേരത്തെ ഗോകുൽ പറഞ്ഞതുപോലെ തന്നെ 5 ആശങ്കകളാണ് പ്രതിപക്ഷത്തിനും അതുപോലെ സംസ്ഥാന സർക്കാരിനും ഉള്ളത്. കാരണം ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കരാർ രൂപീകരിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അത് പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമായി കഴിഞ്ഞാൽ മാത്രമേ അവിടേക്ക് വിദേശ നിക്ഷേപം കൊണ്ടുവരുന്നതിന് അല്ലെങ്കിൽ ഈ കമ്പനിക്ക് ഓഹരി വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരാർ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം ഇതുവരെയും പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമായിട്ടില്ല. 1ാം ഘട്ടം മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. 2ാം ഘട്ടത്തിന്റെ ഭൂമി ഏറ്റെടുക്കുന്ന നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുന്നേ ഉള്ളൂ. ഇതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ വിദേശ നിക്ഷേപം ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അദാനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നത്. എന്തായാലും വിദേശ നിക്ഷേപം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് സംസ്ഥാന സർക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക പരിശോധനകൾ നടത്തേണ്ടത്. കാരണം വിഴിഞ്ഞം തുറവുമായി ബന്ധപ്പെട്ട് അതിന്റെ പണികൾ ഏകോപിക്കുന്നതിന് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി തന്നെ രൂപീകരിക്കുന്നത്. ഈ കമ്പനിയാണ് അതിന്റെ 49% ഓഹരി അതായത് 13,000 കോടി രൂപ വിദേശ കപ്പൽ കുത്തക കമ്പനിയായിട്ടുള്ള MSCക്ക് കൈമാറുന്നതിന് വേണ്ടി ആ ഒരു ധാരണയായിരിക്കുകയും ചെയ്തു. എന്തായാലും സംസ്ഥാന സർക്കാരിന് കത്ത് ലഭിച്ച സ്ഥിതിക്ക് സംസ്ഥാന സർക്കാരിന് ഇതിന് അനുമതി നൽകുന്നതിന് മുമ്പ് വലിയ രീതിയിലുള്ള പരിശോധന നടത്തണം. പ്രത്യേകിച്ച് ഇതിൽ നിർണായക തീരുമാനം എടുക്കേണ്ടത് ധനവകുപ്പ് അതുപോലെ തന്നെ നിയമവകുപ്പുമാണ്. ഇതുമായി ബന്ധപ്പെട്ട നിയമസാധ്യതകൾ പരിശോധിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രം ഇത് ഈ 2 വകുപ്പും ഏകോപിച്ചുകൊണ്ട്
കൊണ്ടുള്ള പരിശോധന നടത്തി അതിൽ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് കേന്ദ്ര സർക്കാരിന് ഒരു തീരുമാനമെടുക്കുന്നതിലേക്ക് ഇത് കടക്കാൻ സാധിക്കുകയുള്ളൂ. ശരി, ജിബിൻ പറഞ്ഞതുപോലെ തന്നെ ഇനിയും ഒരുപാട് കടമ്പകളുണ്ട്. സാധാരണ സെബിയുടെ അനുമതി ലഭിച്ചാൽ 6 മാസത്തെ സമയമുണ്ട്. പക്ഷേ അതിനുള്ളിൽ തന്നെ വളരെ വേഗം ഈ നടപടിക്രമങ്ങൾ ഇപ്പോൾ കമ്പനി അല്ലെങ്കിൽ അദാനി മുന്നോട്ട് വെക്കുന്നതിനൊരു കാരണമുള്ളത് ഈ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ്. ഇതിനെ പ്രതിപക്ഷം വലിയ രീതിയിൽ എതിർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞത് ഇപ്പോൾ MSC ഒരു നിശ്ചിത തുക നിശ്ചയിച്ചാൽ അതിൽ വലിയ തുകയാണ് നിശ്ചയിക്കുന്നത് എങ്കിൽ പോലും അതിൽ മറ്റ് കമ്പനികൾക്കോ അല്ലെങ്കിൽ ആർക്കും ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യം, അങ്ങനെ ഒരു കുത്തകവൽക്കരണം വരുമെന്നുള്ളതാണ്. നമ്മൾ ഇൻഡിഗോയുടെ കാര്യത്തിൽ കണ്ടതാണല്ലോ, മറ്റ് ഈ കോമ്പറ്റീറ്റേഴ്സ് ഇല്ലാതായി വന്നതോടുകൂടി ആഭ്യന്തര സർവീസുകളിൽ ഇൻഡിഗോയുടെ ഒരു മൊണോപ്പൊളി ഉണ്ടാകുന്നതും അത് പിന്നീട് പ്രശ്നം വന്നത്. സമാനമായ ആശങ്കയാണ് പങ്കുവച്ചത്. വിദേശ നിക്ഷേപത്തോടുള്ള എതിർപ്പിനപ്പുറത്തേക്ക് അതിൽ ഒരു ഒറ്റ കമ്പനി മാത്രമാകുമോ എന്നൊരു ആശങ്കയാണ് പങ്കുവച്ചത്. അത് വിഴിഞ്ഞത്തിന്റെ വികസനത്തിൽ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുമോ എന്നതാണ്. രാജ്യരക്ഷ അടക്കമുള്ള 5 വിഷയങ്ങളിൽ കൃത്യമായ പരിശോധന ഉണ്ടാകുമെന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് സഭയിൽ. അത്തരം രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ നിക്ഷേപങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള തീരുമാനമടങ്ങുന്ന ധനബിൽ പാസ്സായതോടെ ഇനി ശ്രദ്ധാകേന്ദ്രമാകുന്നത് UDF നേതൃയോഗമാണ്. മുന്നണി നേതൃയോഗത്തിന്റെ തീരുമാനത്തിന് വിധേയമായിട്ടാകും നികുതി ഇളവ് നടപ്പാക്കുകയെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് UDF യോഗം ശ്രദ്ധാകേന്ദ്രമാകാൻ കാരണം. പ്രത്യേക സമിതിയെ നിയോഗിച്ച് പഠനം നടത്തുമെന്നാണ് പ്രഖ്യാപനമെങ്കിലും അത്തരം നടപടികൾ ഇതുവരെ ആലോചിച്ചിട്ടില്ല. ബിൽ പാസ്സായതോടെ മുന്നണി നേതൃത്വം സമിതിയെ നിശ്ചയിക്കുന്നതിലേക്ക് കടന്നേക്കും. ഇനി മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസത്തേക്ക് കൂടി മഴ മുന്നറിയിപ്പുണ്ട്. ഇന്ന് 3 ജില്ലകളിലാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. വർഷ ഗിരീഷാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. വർഷ, ഗുഡ് മോർണിംഗ്. നിലവിൽ എങ്ങനെയാണ്? കോഴിക്കോട് മഴയുണ്ടോ? പ്രത്യേകിച്ച് ഈ മലയോര മേഖലയെ സംബന്ധിച്ച് ഈ മഴക്കാലം ദുരിതപൂർണമാണ്. ഒപ്പം തന്നെ അധികൃതർ പ്രത്യേക മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് മാറി താമസിക്കണമെന്ന്. എങ്ങനെയാണ് ഈ മുന്നറിയിപ്പ്? അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് മാറ്റി താമസിപ്പിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടോ വർഷ? പ്രവിത, കോഴിക്കോട് ജില്ലയിൽ 3 ദിവസമായി മഴ തുടരുകയാണ്. ഇടവിട്ടുള്ള ശക്തമായ മഴയാണ് കോഴിക്കോട് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. സമാനമായ സ്ഥിതി തന്നെയാണ് വടക്കൻ കേരളത്തിലെ മറ്റ് ജില്ലകളിലും ഉള്ളത്. ഇന്നിപ്പോൾ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. വരുന്ന 4 ദിവസം കൂടി മഴ ലഭിക്കുമെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത് കൊണ്ട് തന്നെ ഈ മണ്ണിടിച്ചിൽ മേഖലയിൽ മണ്ണിടിച്ചിൽ ഉൾപ്പെടെ ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നുള്ളവരോട് മാറി താമസിക്കാൻ വേണ്ടി കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ കോഴിക്കോട് ജില്ലകളിൽ അങ്ങനെയുള്ള നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ല. നമുക്കറിയാം, വിലങ്ങാട് ഉൾപ്പെടെ പല മലയോര മേഖലകളും കോഴിക്കോട് ജില്ലയിലുണ്ട്. ഇവിടെയെല്ലാം പ്രത്യേക ജാഗ്രത പുലർത്തണം. കഴിഞ്ഞ 2 വർഷം മുമ്പ് വലിയ രീതിയിലുള്ള അപകടം ഈ മേഖലയിലെല്ലാം ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തവണ ആളുകളെ മാറി താമസിപ്പിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നുള്ളതാണ്. പക്ഷേ ആ രീതിയിലേക്കുള്ളൊരു നടപടികളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. എന്തായാലും മഴ ശക്തമായി തന്നെ തുടരുകയാണ്. പലയിടങ്ങളിലും ഇന്നലെയും ഇന്നുമായി വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്നലെ കാസർഗോഡ്, വയനാട് ഉൾപ്പെടെ ദേശീയപാതയോരത്ത് മണ്ണിടിച്ചിലുണ്ടായി. പലയിടങ്ങളിലും വീടുകൾ തകർന്നിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനുകൾ തകർന്നിട്ടുണ്ട്. ഈ മരങ്ങളെല്ലാം കടപുഴകി വീഴുന്നത് നിത്യസംഭവമായി മാറിയിട്ടുണ്ട്. പോസ്റ്റുകൾ തകരുന്നു, വൈദ്യുതി ഇല്ലാതാകുന്ന പ്രശ്നങ്ങളെല്ലാം ഈ ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിൽ എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു മഴ തന്നെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പല ഭാഗങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ചില ഇടങ്ങളിലെല്ലാം ഇടവിട്ടുള്ള മഴ പെയ്യുമ്പോഴും പലയിടങ്ങളിലും ശക്തമായി തന്നെ മഴ തുടരുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വരുന്ന 4 ദിവസം കൂടെ മഴ ലഭിക്കുമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. ഇന്നിപ്പോൾ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി വർഷ, ഏതായാലും വടക്കൻ കേരളത്തിലായിരിക്കും ഇന്നും ശക്തമായ മഴ ലഭിക്കുക. ഇന്നലെ ഈ മണ്ണിടിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിലെ മണ്ണിടിച്ചിലും കോഴിക്കോട്ടെ മണ്ണിടിച്ചിലും ഒക്കെ കണ്ടതാണ്. അപ്പോൾ യാത്ര ചെയ്യുന്നവർ, പുറത്തേക്ക് പോകുന്നവരൊക്കെ ശ്രദ്ധ പുലർത്തുക. ഒപ്പം വീടുകൾ തകരുന്നു, മതിലിടിഞ്ഞു വീഴുന്നു പോലെയുള്ള അപകടങ്ങളുണ്ട്. അപ്പോൾ ജാഗ്രത പുലർത്തുക. ഇനി അന്താരാഷ്ട്ര വാർത്ത നോക്കിയാൽ ഇറാൻ അമേരിക്ക പരോക്ഷ ചർച്ച ദോഹയിൽ അവസാനിച്ചു. ചർച്ചയിൽ പുരോഗതി ഉണ്ടായതായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കി. ഇറാന്റെ മരവിപ്പിച്ച ആസ്തികളുടെ ഒരു ഭാഗം വിട്ടുനൽകാൻ ധാരണയായതായി ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗരീബാബാദി പറഞ്ഞു. വെടിനിർത്തൽ കാലയളവിൽ അമേരിക്കയുമായി ഉണ്ടാകുന്ന തർക്കങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കമ്മ്യൂണിക്കേഷൻ ചാനൽ സ്ഥാപിക്കാനും ധാരണയായി. മധു കൊട്ടാരക്കര നൽകും വിവരങ്ങൾ അമേരിക്കയിൽ നിന്ന്. മധു, ഗുഡ് മോർണിംഗ്.
അങ്ങനെ ആശങ്കയിൽ നിന്ന് അല്ലെങ്കിൽ അനിശ്ചിതത്വത്തിൽ നിന്ന് ആ ചർച്ച നടന്നു, ആദ്യഘട്ട ചർച്ച. ഇനി അടുത്ത ചർച്ച എപ്പോഴാണ് ഉണ്ടാവുക? ഇപ്പോഴും ഈ ധാരണാപത്രത്തിന് പുറത്തുള്ള ചർച്ചകൾ എന്നതിനപ്പുറത്തേക്ക് ഒരു ശാശ്വതമായ സമാധാന കരാർ എന്ന ചർച്ചയിലേക്ക് കടന്നിട്ടില്ലല്ലോ അല്ലേ? ഗുഡ് മോർണിംഗ് ഗോകുൽ, പ്രവിത. ഇപ്പോൾ നടന്നതുപോലും ഇറാനും അമേരിക്കയും ഇപ്പം അത് പരോക്ഷ ചർച്ചകളായിരുന്നു, നേരിട്ടുള്ള ചർച്ചകളല്ലായിരുന്നു. അതാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. 2 ആഴ്ച മുമ്പ് ഈ പ്രഖ്യാപിച്ച ഇടക്കാല കരാറിലൂടെ നമ്മളൊക്കെ പരിഹരിച്ചെന്ന് കരുതിയിരുന്ന വിഷയങ്ങളിലാണ് ഇപ്പോൾ 2 രാജ്യങ്ങളും ഇന്നലെ നടന്ന ചർച്ചകളിൽ പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഈ ഇനിഷ്യൽ കരാറിലെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സബ്ജക്റ്റുകളായിരുന്നു ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം, അതുപോലെ ഫ്രീസ് ചെയ്ത ഇറാനിയൻ അസറ്റ്സ് അത് വിട്ടുകിട്ടുക എന്നീ കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ഈ ദോഹയിൽ ഈ 2 ദിവസമായി നടന്ന ചർച്ചകളിൽ 2 രാജ്യങ്ങളുടെയും പ്രതിനിധികൾ സംസാരിച്ചതെന്നാണ് ഒഫീഷ്യൽ സോഴ്സിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇത് കൂടാതെ ജൂലൈ 9-നാണ് അന്തരിച്ച ഇറാൻ പരമോന്നത നേതാവ് അയത്തൊള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതുകൊണ്ട് തുടർ ചർച്ചകൾ അതിനുശേഷം മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. ജൂണിൽ യുദ്ധം അവസാനിപ്പിച്ച ഈ ധാരണാപത്രവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ദോഹ ചർച്ചകളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള പുരോഗതി കൈവരിച്ചതായിട്ടാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. അത് മാത്രമല്ല, സ്വിറ്റ്സർലൻഡിൽ നടന്ന ആ നിർണായക ചർച്ചയുടെ തുടർ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒരുപക്ഷെ സാങ്കേതിക ചർച്ചകളായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇറാന്റെ ആണവ പദ്ധതികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ ഇരുപക്ഷവും പുരോഗതി കൈവരിക്കുന്നുണ്ടെന്നാണ് എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഇന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. അത് മാത്രമല്ല, യുദ്ധം പ്രഖ്യാപിച്ചതിന്റെ പ്രധാന കാരണം ഇതായിരുന്നെന്നാണ് പറയുന്നത്. ഇത് കൂടാതെ ട്രംപ് അവകാശപ്പെടുന്നത് ഈ ആണവ നിരുപദ്രീകരണം മികച്ച രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് പറയുന്നത്. അതേസമയം ഈ വെടിനിർത്തൽ കരാറിൽ അമേരിക്കയുമായിട്ടുള്ള തർക്കങ്ങൾ ചർച്ച ചെയ്ത് നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ അത് സ്ഥാപിക്കുവാൻ ധാരണയായിട്ടുണ്ട്. ഈ ചാനൽ നാളെ പ്രവർത്തനക്ഷമമാകും. ഇത് കൂടാതെ ഇറാന്റെ മരവിപ്പിച്ച ആസ്തികളുടെ ഒരു ഭാഗം അത് നൽകാൻ ധാരണയായതായിട്ട് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രി കാസിം ഗരീബാബാദി പറയുന്നുണ്ട്. ഏതാണ്ട് $600 കോടി ഒരു ഭാഗമാണ് ഇറാന് സാധന സാമഗ്രികളും അതുപോലെ ഭക്ഷ്യവസ്തുക്കളും ഒക്കെ വാങ്ങാൻ വിട്ടു നൽകുക. ഇതാണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്തത്. പക്ഷേ ഈ തുക എത്രയാണെന്നുള്ളത് ഇനിയും അറിയത്തില്ല. അതേസമയം ഈ ആണവ വിഷയം പിന്നീട് പരിഗണിക്കുമെന്നാണ് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറയുന്നത്. അതുമാത്രമല്ല, അമേരിക്കയ്ക്ക് ഈ വിഷയത്തിൽ ആശങ്കയുണ്ട്. അതുകൊണ്ട് തുടർ ചർച്ചകൾ ആരംഭിക്കുമ്പോൾ ഈ വിഷയമായിരിക്കും പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുക എന്നാണ് വാൻസ് പറയുന്നത്. ഗോകുൽ, പ്രവിത. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഒരു പരോക്ഷ ചർച്ച ഇന്നലെ സാധ്യമായി. പക്ഷേ ഒരു ശാശ്വത സമാധാന കരാർ എന്ന നിലയിലേക്കുള്ള ചർച്ചകൾ 60 ദിവസമായിരുന്നു അതിനൊരു കാലാവധി പറഞ്ഞത്. പക്ഷേ ധാരണാപത്രം ഒപ്പുവെച്ച ശേഷവും ഇങ്ങോട്ടേക്ക് അങ്ങനെ കാര്യമായൊരു ചർച്ചയിലേക്ക് കടന്നിട്ടില്ല. എങ്കിൽ പോലും തുടർ സംഘർഷങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അതിൽ ഒരു ചർച്ചയ്ക്കുള്ള ഒരു വേദിയൊക്കെ രൂപീകരിക്കാനായിട്ടുണ്ട്. സമാധാന നീക്കം പ്രതീക്ഷയോടെ തന്നെ നമുക്ക് കാത്തിരിക്കാം. ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട കേസിന്റെ ഭാഗമായി നടൻ ദുൽഖർ സൽമാന്റെ മൊഴി കസ്റ്റംസ് വിശദമായി പരിശോധിക്കും. കാർ ലഭിക്കാൻ കാരണമായ ഏജന്റുമാരെ സംബന്ധിച്ച വിവരശേഖരണമാണ് പ്രധാനം. ദുൽഖറിന്റെ ബാങ്ക് രേഖകൾ, പണം കൈമാറിയ അക്കൗണ്ട്, വാഹനങ്ങളുടെ മുൻ രജിസ്ട്രേഷൻ തുടങ്ങിയ വിവരങ്ങളാണ് പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസം 4 മണിക്കൂറാണ് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം ദുൽഖറിനെ ചോദ്യം ചെയ്തത്. റേഞ്ച് റോവർ, ടൊയോട്ട, നിസാൻ കാറുകൾ ഭൂട്ടാനിൽ നിന്ന് എത്തിച്ച് കൈമാറിയതാണെന്ന് നേരത്തെ കസ്റ്റംസ് കണ്ടെത്തിയിരുന്നു. നിലവിലുള്ള മൊഴി വിശദമായി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ ദുൽഖറിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് കസ്റ്റംസ് നീക്കം. അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. സംഭാവന കൊള്ളയിൽ അന്വേഷണ സംഘം ഇന്ന് കൂടുതൽ പേരെ ചോദ്യം ചെയ്തേക്കും. ട്രസ്റ്റ് മുൻ അംഗം അനിൽ മിശ്ര, ഗോപാൽ റാവു തുടങ്ങിയ കൂടുതൽ ജീവനക്കാർ എന്നിവർക്ക് അന്വേഷണ സംഘം നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രധാന തെളിവുകളും രേഖകളും അന്വേഷണ സംഘം ഇതിനോടകം തന്നെ ശേഖരിച്ചു. കൂടുതൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തിന് 15 ദിവസത്തേക്ക് കൂടി സമയം നീട്ടി നൽകി. ഇതിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് SITയുടെ നീക്കം. തൃണമൂൽ കോൺഗ്രസിൽ തർക്കം അതിരൂക്ഷമായി തുടരുന്നു. പാർട്ടിയുടെ പേരും ചിഹ്നവും സ്വത്തുക്കളും അവകാശപ്പെട്ട വിമത MLA-മാർ ഇന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. പ്രതിപക്ഷ നേതാവ് ഋതബ്രത ബാനർജിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘമാണ് കമ്മീഷനെ കാണുന്നത്. നേരത്തെ മമതാ ബാനർജിയെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കി പകരം അരൂപ് റോയിയെ പുതിയ അധ്യക്ഷനായി തെരഞ്ഞെടുത്തതായി വിമതർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരുന്നു. നിലവിലുള്ള 80 MLA-മാരിൽ 60-ലധികം പേരും തങ്ങൾക്കൊപ്പമെന്നാണ് വിമതരുടെ വാദം.
തമിഴ്നാട്ടിൽ അണ്ണാ DMKയിലെ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. പാർട്ടി വിട്ട മുൻ മന്ത്രിമാർ അടക്കമുള്ളവർ ഇന്ന് TVKയിൽ ചേരും. മുൻ മന്ത്രിമാരായ C. വിജയഭാസ്കർ, MR വിജയഭാസ്കർ, MSM ആനന്ദൻ, S. വളർമതി എന്നിവരാണ് ഇന്ന് TVK അംഗത്വം സ്വീകരിക്കുക. രാവിലെ 9 മണിക്ക് മഹാബലിപുരത്തെ റിസോർട്ടിൽ നടക്കുന്ന പരിപാടിയിൽ 15,000-ലധികം അണ്ണാ DMK പ്രവർത്തകർ TVKയിൽ ചേരുമെന്ന് C. വിജയഭാസ്കർ അവകാശപ്പെട്ടു. അണ്ണാ DMK നേതൃത്വത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി ഇന്നലെ പാർട്ടി പദവികൾ വേണ്ടെന്ന് മുതിർന്ന നേതാക്കൾ ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിക്ക് കത്ത് നൽകി. SP വേലുമണി, നത്തം വിശ്വനാഥൻ, തങ്കമണി ഉൾപ്പെടെ 9 പേരാണ് പദവികൾ ഉപേക്ഷിച്ചത്. സാധാരണ പ്രവർത്തകരായി തുടരുമെന്നാണ് കത്തിൽ പറയുന്നത്. ഇതിൽ SP വേലുമണി, നത്തം വിശ്വനാഥൻ തുടങ്ങിയ നേതാക്കൾ TVKയിൽ ചേർന്നേക്കുമെന്ന് അഭ്യൂഹമുണ്ട്. കൊച്ചി പനമ്പള്ളി നഗറിലെ ജലമോഷണത്തിൽ ചട്ടങ്ങൾ മറികടന്നിടപെടാൻ ഉദ്യോഗസ്ഥ തിടുക്കം. LNG കോളനിയിലെ ലേഡീസ് ഹോസ്റ്റലിനെതിരെ സ്വീകരിച്ച നടപടികൾ മരവിപ്പിച്ച് പൈപ്പ് ലൈൻ പുനഃസ്ഥാപിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. കാലങ്ങളായി കുടിവെള്ളം മോഷ്ടിക്കുന്നത് കണ്ടുപിടിച്ചതിനെ തുടർന്ന് പിഴയിട്ട് പൈപ്പ് കണക്ഷൻ റദ്ദ് ചെയ്തതിന് പിന്നാലെയാണ് അധികൃതരുടെ വഴിവിട്ടുള്ള ഇടപെടൽ. അയ്യപ്പൻ കോവിൽ ഭാഗത്തെ 100 കണക്കിന് കുടുംബങ്ങളുടെ മാസങ്ങളായുള്ള പ്രശ്നമായിരുന്നു കൃത്യമായി കുടിവെള്ളം എത്തുന്നില്ല എന്നത്. ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ആഴ്ചകളെടുത്ത് പരിശോധന നടത്തി. ഒടുവിലാണ് LNG കോളനിയിലെ സ്വകാര്യ ലേഡീസ് ഹോസ്റ്റലിന്റെ ജലമോഷണം ശ്രദ്ധയിൽപ്പെടുന്നത്. അത്യാധുനിക മോട്ടോർ ഉപയോഗിച്ച് വാട്ടർ ലൈനിൽ നിന്ന് നേരിട്ട് വെള്ളം ടാങ്കിലേക്ക് അടിച്ചെന്നാണ് കണ്ടെത്തൽ. തുടർ നടപടികളുടെ ഭാഗമായി മോട്ടോർ പമ്പും സാമഗ്രികളും കണ്ടുകെട്ടുകയും കുടിവെള്ള കണക്ഷൻ റദ്ദാക്കുകയും ചെയ്തു. 2 ലക്ഷത്തിലധികം രൂപ പിഴയും ഇട്ടു. എന്നാൽ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ടിടപെട്ട് നടപടികൾ മരവിപ്പിച്ച് കണക്ഷൻ നൽകാൻ നിർദ്ദേശിച്ചതോടെ പ്രതിഷേധം അണപൊട്ടി. 1 രൂപ പോലും ഈ കുറ്റകൃത്യം ചെയ്ത ഹോസ്റ്റലുകാരിൽ നിന്നും ഈടാക്കാതെ അവർക്ക് വാട്ടർ കണക്ഷൻ കൊടുക്കണമെന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയായിരുന്നു സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ കാണിച്ചത്. സ്ഥലത്തുള്ള പ്രദേശവാസികൾ, കുടിവെള്ളം മാസങ്ങളായിട്ട് കിട്ടാതിരിക്കുന്ന പ്രദേശവാസികളുടെ പ്രതിഷേധം അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും അവരെ അടിച്ചമർത്താൻ വേണമെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനാണ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ നിർബന്ധ ബുദ്ധി തന്നെയാണ് ഇതിന്റെ പിന്നിൽ എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. 100 കണക്കിന് കുടുംബങ്ങൾ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ കുറ്റക്കാർക്ക് സർക്കാർ ഒത്താശ ചെയ്യുന്നത് അംഗീകരിക്കാനാകില്ല എന്ന് പ്രദേശവാസികൾ പറഞ്ഞു. നിലവിലെ നിയമപരമായിട്ട് വെള്ളം ഇതിൻ്റെ പൈസ അടച്ച് അവർ നിയമപരമായിട്ട് നീങ്ങിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. ഇത് നമ്മൾ തടയില്ല. ഇനി മോട്ടോർ വയ്ക്കാനും പറ്റില്ല. ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് സീനിയർ സൂപ്രണ്ട് സ്വന്തം കൈപ്പടയിൽ എഴുതി ഓഫീസിലും വെച്ച് കണക്ഷൻ നൽകാൻ ഉത്തരവിട്ട കത്തും പ്രതിഷേധക്കാർ പുറത്തുവിട്ടു. കാലങ്ങളായി താമസിക്കുന്നവരോടുള്ള അവഗണനയും മന്ത്രിയുടെ അമിത താൽപര്യവും ഉയർത്തി പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. 24 കൊച്ചി. ഇനി ലോക ഫുട്ബോളിന്റെ വിശേഷങ്ങളിലേക്ക്. ഗോൾ കാനോ ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾസ് FC കേരള. ഫിഫ ലോകകപ്പിൽ ഹാരി കെയ്ന്റെ ഇരട്ട ഗോളിൽ കോങ്കോയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട്. 1 ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം 2 ഗോൾ തിരിച്ചടിച്ചാണ് ജയം. കളിയുടെ 75 മിനിറ്റ് വരെ കോങ്കോയുടെ കയ്യിലിരുന്ന മത്സരം തിരികെ പിടിക്കാൻ ഇംഗ്ലണ്ടിന് വേണ്ടി വന്നത് 10 മിനിറ്റ്. കോങ്കോയുടെ പ്രീ ക്വാർട്ടർ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തി സൂപ്പർ ഹീറോയായി ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ഹാരി കെയ്ൻ. ക്യാപ്റ്റന്റെ ചിറകിലേറി ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടറിൽ. ആദ്യ വിസിൽ മുതൽ കണ്ടത് ആക്രമിച്ച് കളിക്കുന്ന കോങ്കോയെ. 7-ാം മിനിറ്റിൽ ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ച് ബ്രയാൻ സിപ്പങ്കെ പ്രതിരോധ നിരയുടെ പിഴവ് മുതലാക്കി തകർപ്പൻ ഫിനിഷ്. തിരിച്ചടിക്കാനുള്ള ഇംഗ്ലണ്ടിന്റെ ശ്രമങ്ങളെല്ലാം കോങ്കോ പ്രതിരോധ നിരയും ഗോൾ കീപ്പർ എംബാസിയും ചേർന്ന് പൊളിച്ചു. ഹാരി കെയ്ന്റെയും ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെയും ഗോളെന്നുറപ്പിച്ച ഷോട്ടുകളാണ് എംബാസി തടുത്തിട്ടത്. ഒടുവിൽ 75-ാം മിനിറ്റിൽ രക്ഷകനായി ഹാരി കെയ്ൻ അവതരിച്ചു. പകരക്കാരൻ ആന്റണി ഗോർഡന്റെ ക്രോസിൽ കെയ്ന്റെ ഹെഡർ കോങ്കോ വലയിൽ. ഗോൾ നേടിയതോടെ ആക്രമണം കടുപ്പിച്ച ഇംഗ്ലണ്ട് 86-ാം മിനിറ്റിൽ ലീഡെടുത്തു. വീണ്ടും ഗോർഡൻ കെയ്ൻ കോംബോ. ഗോർഡന്റെ പാസിൽ ഹാരി കെയ്ന്റെ ബുള്ളറ്റ് ഷോട്ട് നേരെ വലയിൽ. കാഴ്ചക്കാരനായി എംബാസി. തോറ്റെങ്കിലും തല ഉയർത്തി തന്നെയാണ് കോങ്കോയുടെ മടക്കം. പ്രീ ക്വാർട്ടറിൽ മെക്സിക്കോയാണ് ഇംഗ്ലണ്ടിന്റെ എതിരാളികൾ. വേൾഡ് കപ്പ് ഡെസ്ക് 24.
ഈ ഫുട്ബോൾ ലോകകപ്പിൽ ഏറ്റവും പുതിയ മത്സരത്തിന്റെ ജയത്തെക്കുറിച്ചുള്ള വാർത്തയാണ്. സെനഗലിനെതിരെ ബെൽജിയത്തിന് നാടകീയ ജയം. എക്സ്ട്രാ ടൈമിലാണ് ബെൽജിയം വിജയ ഗോൾ നേടിയത്. 2 ഗോളിന് പിന്നിട്ട് നിന്ന ശേഷമാണ് നാടകീയ തിരിച്ചുവരവ്. 2-നെതിരെ 3 ഗോളുകൾക്കാണ് ബെൽജിയത്തിന്റെ ജയം. അമേരിക്ക ബോസ്നിയ മത്സരത്തിൽ അമേരിക്ക 1 ഗോളിന് മുന്നിലെത്തി. അസർ ബിൻ അസീസ് ചേരുന്നുണ്ട് വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന്. അസർ, ഗുഡ് മോർണിംഗ്. ആവേശകരമായ മത്സരങ്ങളാണ് റൗണ്ട് ഓഫ് 32 കാണുന്നത്. ഇന്നലെ രാത്രിയും ഇന്നും പുലർച്ചെയുമായി നടന്ന മത്സരങ്ങളൊക്കെയും എണ്ണം പറഞ്ഞ ഗോളുകൾ, മികച്ച പോരാട്ടം തന്നെയാണ് കാണുന്നത്. ഫുട്ബോൾ ആരാധകർക്ക് ആവേശം പകരുന്ന കാഴ്ചകളും മത്സരങ്ങളും. ഗുഡ് മോർണിംഗ് പ്രവിത ആൻഡ് ഗോകുൽ. ആഫ്രിക്കൻ കരുത്തരുടെ വമ്പൻ പോരാട്ടങ്ങളാണ് റൗണ്ട് ഓഫ് 32 ഇന്നലെ 2 മത്സരങ്ങളിലായി നമ്മൾ കണ്ടത്. അതിൽ വളരെ ആവേശകരമായ മത്സരം തന്നെയായിരുന്നു ബെൽജിയവും സെനഗലും തമ്മിലുണ്ടായിരുന്ന മത്സരം. യൂറോപ്യൻ ശക്തികളും ആഫ്രിക്കൻ കരുത്തരും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിൽ നിർണായകമായ 2 ഗോളുകൾ 3 മിനിറ്റിനുള്ളിൽ അടിച്ചുകൂട്ടിയ 2 ഗോളുകളുടെ പിൻബലത്തിൽ ബെൽജിയം വിജയം സെനഗലിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയായിരുന്നു. മത്സരത്തിൻ്റെ ആദ്യം മുതൽ ഒരു ആക്രമണ ഫുട്ബോൾ, ഇരു ടീമുകളും മുന്നേറ്റങ്ങളുമായി നടത്തിയ മത്സരം. ആദ്യഘട്ടത്തിൽ തന്നെ ബെൽജിയത്തിൻ്റെ ഒരു മുന്നേറ്റത്തോടു കൂടിയാണ് ആ മത്സരം ആരംഭിക്കുന്നത്. പിന്നീട് സെനഗലിൻ്റെ ഗോളിനായുള്ള നീക്കങ്ങൾ. ഒടുവിൽ 24-ാം മിനിറ്റിൽ ഹബീബ് ഡിയാരയിലൂടെ സെനഗൽ നിർണായകമായ ലീഡ് എടുക്കുന്നു. ആദ്യ പകുതിക്ക് വേണ്ടി മത്സരം പിരിയുന്നു. ആദ്യ പകുതിക്ക് ശേഷം നിർണായകമായ ഒരു മാറ്റവുമായി ബെൽജിയം തിരിച്ചെത്തുന്നു. അവരുടെ സുവർണകാലത്തിലെ ഫുട്ബോൾ താരം, ആ സുവർണ നിരയിലെ താരം ലുക്കാക്കുവിനെ പ്ലേയിങ് 11ലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷവും ഇരു ടീമുകളും ഗോളുകൾക്ക് വേണ്ടിയുള്ള നിരന്തര ശ്രമങ്ങൾ നടത്തുന്നു. ഒടുവിൽ 51-ാം മിനിറ്റിൽ ഇസ്മയിൽ സാർ ഒരിക്കൽ കൂടി സെനഗലിന് വേണ്ടി വലചലിപ്പിക്കുന്നു. സെനഗൽ നിർണായകമായ 2 ഗോളുകളുടെ ലീഡെടുത്ത് മത്സരം മുന്നോട്ട് പോകുന്നു. 86-ാം മിനിറ്റിലാണ് ഈ മത്സരത്തിൻ്റെ ഗതി മാറുന്നത്. ലുക്കാക്കുവിലൂടെ ആശ്വാസ ഗോൾ കണ്ടെത്തിയ ബെൽജിയം 3 മിനിറ്റുകൾക്കപ്പുറം ടിലമെൻസിലൂടെ സമനില ഗോൾ കണ്ടെത്തുന്നു. അങ്ങനെ 2-2 എന്ന രീതിയിൽ നിശ്ചിത സമയത്തും എക്സ്ട്രാ ടൈം മത്സരം അവസാനിക്കുന്നു. പിന്നീട് എക്സ്ട്രാ ടൈമിലേക്ക് മത്സരം പോകുന്നു. എക്സ്ട്രാ ടൈമിൻ്റെ ആദ്യ പകുതിയിലും ഇരു ടീമുകളും 2-2 തുല്യത പാലിക്കുന്നു. 120-ാം മിനിറ്റിൽ സെനഗലിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു പിഴവിലൂടെ ബെൽജിയത്തിന് വിജയത്തിലേക്കുള്ള വഴി തുറക്കുന്നു. സെനഗലിൻ്റെ പെനാൽറ്റി ബോക്സിൽ വെച്ച് ലെമീൻ കമാറ ടിലമെൻസിനെ ഫൗൾ ചെയ്യുന്നു. അതിന് റഫറി പെനാൽറ്റി അനുവദിക്കുന്നു. ടിലമെൻസ് തന്നെയാണ് ആ പെനാൽറ്റി കിക്ക് എടുക്കുന്നതും സെനഗലിൻ്റെ വല ചലിപ്പിക്കുന്നതും. അങ്ങനെ ആവേശകരമായ ഒരു പോരാട്ടത്തിനൊടുവിൽ ഒരു പിഴവിലൂടെ സെനഗൽ ഈ വേൾഡ് കപ്പിൽ നിന്ന് പുറത്താകുന്ന കാഴ്ചയാണ് ആ മത്സരത്തിൽ കാണാൻ കഴിഞ്ഞത്. എന്തായാലും നാടകീയമായ മത്സരം തന്നെയായിരുന്നു, ആവേശകരമായ മത്സരം. റൗണ്ട് ഓഫ് 32 ഒരിക്കൽ കൂടി ആഫ്രിക്കയുടെ കരുത്ത് പുറത്തെടുത്ത് തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി എല്ലാം നൽകി 2 ഗോളുകളുടെ ലീഡെടുത്ത മത്സരത്തിൽ ഒരു പിഴവിൽ നിന്ന് ആ മത്സരം നഷ്ടപ്പെടുന്നു. ഒരുപക്ഷെ ബെൽജിയം ആ മത്സരം പിടിച്ചെടുക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. എന്തായാലും ആവേശകരമായ മത്സരത്തിനൊടുവിൽ ബെൽജിയം റൗണ്ട് ഓഫ് 16ലേക്ക് മുന്നേറുകയാണ്. ഇപ്പോൾ നടക്കുന്ന മത്സരത്തിൽ ആതിഥേയരായ അമേരിക്ക 1 ഗോളിന് മുന്നിട്ട് നിൽക്കുകയാണ്. ആദ്യ പകുതി ആ മത്സരത്തിൻ്റെ അവസാനിച്ചിട്ടുണ്ട്. ഗോകുൽ, പ്രവിധ. നടൻ ടിനി ടോമിനെതിരെ എടുത്ത കേസിൽ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് പോലീസ്. വിശദമായ അന്വേഷണം നടത്തും. പ്രതിയായ ടിനി ടോമിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് നീക്കം. വിഷ്ണു സുരേഷ് ഉണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഈ പോലീസിന്റെ ആദ്യ റിപ്പോർട്ട്, കേസെടുക്കാനാവില്ല എന്ന് പറഞ്ഞു കൊടുത്ത റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ജിഹാദി എന്ന് തമാശയ്ക്ക് വിളിച്ചതാണെന്ന് പോലെയുള്ള വിചിത്രമായ നിസ്സാരവൽക്കരിക്കലൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു. ഈ പുതിയ കേസിൽ, കോടതി നിർദ്ദേശപ്രകാരം എടുത്ത കേസിലും എങ്ങനെയാണ് പോലീസിന്റെ നടപടികൾ? ഗൂഗിൾ നേരത്തെ അൻസിബ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ടിനി ടോമിന്റെ അടക്കം മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴി കൂടി പരിഗണിച്ചാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ടിലുള്ള പരാമർശങ്ങളായിരുന്നു ജിഹാദി എന്ന് വിളിച്ചത്. അത് തീർത്തും തമാശയ്ക്കാണ്, അതിലൊരു ക്രിമിനൽ ഇന്റൻഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ കോടതി വളരെ ഗൗരവത്തോടു കൂടി പരിഗണിക്കുന്നു. പോലീസിന്റെ റിപ്പോർട്ട് അപൂർണമാണെന്ന് പറഞ്ഞ ശേഷമാണ് ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷിക്കാൻ കടവന്ത്ര പോലീസിന് നിർദ്ദേശം നൽകിയത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് കടവന്ത്ര പോലീസ് ടിനി ടോമിനെ പ്രതി ചേർത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇനി സ്വാഭാവികമായി കേസിന്റെ
കുറച്ചുകൂടി അടുത്ത നടപടിയിലേക്ക് കടക്കേണ്ടതുണ്ട്. അതിലൊന്ന് ടിനി ടോമിനെ ചോദ്യം ചെയ്യുകയും അറസ്റ്റടക്കമുള്ള നടപടിയിലേക്ക് പോവുകയുമാണ്. അതിനു വേണ്ട തീരുമാനം ഇന്ന് എടുക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പം ഈ പറയുന്ന നീന കുറുപ്പിന്റെയും കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ നീന കുറുപ്പിന്റെയും ശ്വേതാ മേനോന്റെയും ഒക്കെ മൊഴി വീണ്ടും രേഖപ്പെടുത്തേണ്ടതുണ്ട്. നേരത്തെ റിപ്പോർട്ടിന് വേണ്ടി ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇത് കേസെടുത്ത പശ്ചാത്തലത്തിൽ വീണ്ടും രേഖപ്പെടുത്തണം. അങ്ങനെ വിശദമായ ഒരു അന്വേഷണം നടത്തി വീണ്ടും റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് ഉള്ളത്. പോലീസ് ആകട്ടെ തങ്ങൾക്ക് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്ന നിലപാടിലാണ് നിൽക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ പറയുന്നത് സംഘടനക്കുള്ളിലെ തർക്കമാണ്. ആ തർക്കം സംഘടനക്കുള്ളിൽ തന്നെ പരിഹരിക്കേണ്ടതായിരുന്നു. പക്ഷേ അത് പുറത്തേക്ക് വന്നു. പോലീസ് കൃത്യമായി തന്നെ അന്വേഷിച്ചാണ് റിപ്പോർട്ട് നൽകിയത്. പക്ഷേ കോടതി നിർദ്ദേശം കേസെടുക്കാനാണ്. അതിൽ പ്രകാരം കേസെടുക്കുന്നു എന്നാണ് പറഞ്ഞത്. കോടതി നിർദ്ദേശം ഉള്ളതുകൊണ്ട് തന്നെ അന്വേഷണം ആദ്യഘട്ടം പോലെ ആയിരിക്കില്ല. വളരെ കർശനമായി തന്നെ അന്വേഷണം ഉണ്ടാകും. നടപടിക്രമങ്ങളൊക്കെ കൃത്യമായി തന്നെ പാലിക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ടിനി ടോമിനെ എപ്പോൾ വിളിപ്പിക്കും, അറസ്റ്റടക്കമുള്ള നടപടിയിലേക്ക് എപ്പോൾ കടക്കും എന്ന കാര്യത്തിൽ ഇന്ന് ഒരു തീരുമാനമുണ്ടാകും. ഗൂഗിൾ ശരി, നിർണായകമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് കോടതി ഇടപെട്ടതോടെ വരികയാണ്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. യൂസർ നെയിം ഫീച്ചർ പുറത്തിറക്കാനുള്ള തീരുമാനത്തിൽ വാട്സാപ്പിന് കേന്ദ്ര സർക്കാരിന്റെ നോട്ടീസ്. ആൾമാറാട്ടവും വഞ്ചനയും സംബന്ധിച്ച ആശങ്കകളുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ്. 3 ദിവസത്തിനകം യൂസർ നെയിം ഫീച്ചറിന്റെ വിശദാംശങ്ങൾ അറിയിക്കണം എന്നതാണ് നിർദ്ദേശം. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. ഈ ഫീച്ചറുമായി ബന്ധപ്പെട്ട ആശങ്ക അത് മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ചതാണ്. ഇപ്പോൾ വാട്സാപ്പിന് കേന്ദ്ര സർക്കാർ നോട്ടീസ് നൽകിയിരിക്കുന്നു. നോട്ടീസിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? വെരി ഗുഡ് മോർണിംഗ് പ്രവിത. ഗൂഗിൾ വാട്സപ്പിന് പുതിയ ഫീച്ചർ യൂസർ നെയിം ഫീച്ചറുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ നോട്ടീസിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ യൂസർ നെയിം ഫീച്ചർ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അത് ഏത് രീതിയിലായിരിക്കും പ്രവർത്തിക്കുക, ഇതിൽ തട്ടിപ്പ്, ആൾമാറാട്ടം അടക്കമുള്ളവ തടയാൻ എന്ത് മുൻകരുതൽ നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് 3 ദിവസത്തിനകം മറുപടി നൽകണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നോട്ടീസിൽ അറിയിച്ചിരിക്കുന്നത്. ഇത് പ്രധാനമായും ആഭ്യന്തര മന്ത്രാലയം ഈ യൂസർ നെയിം ഫീച്ചറുമായി ബന്ധപ്പെട്ട് IT, ഇലക്ട്രോണിക്സ് മന്ത്രാലയങ്ങളെ ആശങ്ക അറിയിച്ചിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് IT മന്ത്രാലയം വാട്സപ്പിൽ നിന്നും വിശദീകരണം തേടിക്കൊണ്ട് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇതിൽ വിശദമായ ചർച്ചകൾ പൂർത്തിയാക്കി കേന്ദ്ര സർക്കാരിനെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതുവരെ ഈ യൂസർ നെയിം ഫീച്ചർ നടപ്പാക്കരുത് എന്നുള്ള നിർദ്ദേശവും വാട്സപ്പിന് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. പ്രധാനമായും ആൾമാറാട്ടവും തട്ടിപ്പും നടത്താൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒരു പ്രമുഖ വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ പേരുകൾ ഇത്തരത്തിൽ യൂസർ നെയിം ഫീച്ചർ വഴി ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നും തട്ടിപ്പുകാർ അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇവരാണ് എന്ന് നടിച്ചുകൊണ്ട് ആളുകളിൽ നിന്നും പണം തട്ടലടക്കമുള്ള നടപടികൾ നടത്താൻ സാധ്യതയുണ്ട് എന്നുമുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ഇടപെടൽ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. അതേസമയം വാട്സപ്പ് ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം എന്നത് തങ്ങൾ ഈ യൂസർ നെയിം ഫീച്ചർ നടപ്പാക്കി കഴിഞ്ഞാലും ഒരു നമ്പർ ഒരു വ്യക്തിക്ക് ഉപയോഗിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു യൂസർ നെയിം ഉപയോഗിക്കണമെങ്കിൽ അതിന് ഒരു മൊബൈൽ നമ്പർ ആവശ്യമായി വരും എന്നുള്ളതാണ്. ഒപ്പം തന്നെ തട്ടിപ്പ് അടക്കമുള്ള നടപടികൾ, ആൾമാറാട്ടം അടക്കമുള്ളവ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്നും ഒരു വ്യക്തിയെ ഫോൺ വഴിയോ സന്ദേശം വഴിയോ മറ്റൊരു യൂസർ നെയിമിൽ നിന്നുള്ള വ്യക്തി ബന്ധപ്പെടുകയാണെങ്കിൽ അവർ ഏത് രാജ്യത്താണ് പ്രവർത്തിക്കുന്നത്, അവരുടെ പേര് അടക്കമുള്ള വിവരങ്ങൾ ഈ കോളോ അല്ലെങ്കിൽ സന്ദേശമോ സ്വീകരിക്കുന്ന വ്യക്തിക്ക് കാണാൻ കഴിയുമെന്നും ഇതിലൂടെ തട്ടിപ്പും അടക്കമുള്ളവ, ആൾമാറാട്ടം അടക്കമുള്ളവ തടയാൻ കഴിയും തുടങ്ങിയ വിശദാംശങ്ങളാണ് നൽകുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ നോട്ടീസിന് മറുപടി നൽകുമെന്നും ആശങ്കകൾ അകറ്റിയ ശേഷം മാത്രമായിരിക്കും ഈ ഫീച്ചർ നടപ്പാക്കുക എന്നുമാണ് വാട്സപ്പ് ഈ ഘട്ടത്തിൽ നൽകുന്ന വിശദീകരണം. പ്രവിത, ഗൂഗിൾ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. വാട്സപ്പ് കൂടുതൽ സ്വകാര്യത എന്ന് അവകാശപ്പെട്ടുകൊണ്ടെന്നാണ് ഈ യൂസർ നെയിം, അതുപോലെ തന്നെ ഫോൺ നമ്പർ ദുരുപയോഗം ചെയ്യുന്നത് ഒഴിവാക്കാമെന്ന് പറയുന്നു. പക്ഷേ അതിൽ തന്നെ കൂടുതൽ ആശങ്ക ഈ യൂസർ നെയിമിന്റെ മറപിടിച്ച് കൂടുതൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടായേക്കാമോ എന്ന ആശങ്കയാണ് കേന്ദ്ര സർക്കാർ പങ്കുവെക്കുന്നത്. നെല്ല് സംഭരണം നടക്കാതായതോടെ ആശങ്കയിലാണ് നിലമ്പൂരിലെ കർഷകർ. 50 ടണ്ണിലേറെ നെല്ലാണ് വണ്ടൂർ, ചാലിയാർ പഞ്ചായത്തുകളിൽ കെട്ടിക്കിടക്കുന്നത്. മുഖ്യമന്ത്രിക്കും കൃഷിമന്ത്രിക്കും കർഷകർ പരാതി നൽകി. സപ്ലൈകോയിൽ രജിസ്റ്റർ ചെയ്ത് കൃഷി ചെയ്തവരുടെ നെല്ലാണ് കെട്ടിക്കിടന്ന് നശിക്കുന്നത്. സപ്ലൈകോയെ സമീപിക്കുമ്പോൾ മില്ലുകൾക്ക് നൽകാനാണ് മറുപടി. മില്ലുകൾ നെല്ല് വാങ്ങുന്നുമില്ല. 3 മാസമായി 50 ടണ്ണിലേറെ നെല്ല് കെട്ടിക്കിടക്കുകയാണ്. ഇത് നമ്മൾക്ക് സപ്ലൈക്കൽ നമ്മൾ നെല്ല് ഉണ്ടാക്കിയതുകൊണ്ട് ഞങ്ങൾ 2 കർഷകരെ അപേക്ഷയത് ഞങ്ങൾ ഉണ്ടാക്കിയ നെല്ല് പേരുണ്ട്. CO 55 നെല്ല്. അതിൽ തന്നെ എഴുതിയിരിക്കുന്നത് വൈറ്റ് റൈസ് എഴുതി ചെയ്തിട്ടുണ്ട്.
അല്ലാതെ നമ്മൾ സർക്കാരിന്റെ അല്ലെങ്കിൽ മുൻകൂട്ടി സർക്കാർ പറയണം ഇങ്ങനത്തെ നെല്ലൊന്നും ഉണ്ടാക്കാൻ പാടില്ല, ഞങ്ങൾ പറയുന്ന നെല്ല് ഉണ്ടാക്കാൻ പാടില്ല, പിന്നെ ആദ്യം ഉണ്ടാക്കുമോ? ഇതല്ലല്ലോ, നമ്മൾ ഉൽപാദനമാണല്ലോ നമ്മൾ കൃഷി. ബാങ്ക് വായ്പയെടുത്താണ് പലരും കൃഷി ഇറക്കിയത്. പലർക്കും പാട്ടത്തിന്റെ പണം പോലും നൽകാൻ കഴിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിക്കും കൃഷിമന്ത്രിക്കും പരാതി നൽകിയതിനൊപ്പം മലപ്പുറത്തു നിന്നുള്ള മന്ത്രിമാരായ AP അനിൽകുമാർ, PK ബഷീർ തുടങ്ങിയവരെ നേരിൽ കണ്ടും ആശങ്ക അറിയിച്ചു. നടപടി വൈകുന്നതിൽ കർഷകർക്ക് അതൃപ്തിയുണ്ട്. 24 മലപ്പുറം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ അയ്യോ മറന്നുപോയി എന്ന് പറയാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഈ മറവി ആഘോഷിക്കാനും കളിയാക്കാനും ഒരു ദിവസം വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസമാണിന്ന്. നമ്മൾ മറന്ന കാര്യങ്ങൾ ഓർത്തെടുക്കാനും അതുകൊണ്ട് സംഭവിച്ച അബദ്ധങ്ങളെ പറ്റി ഓർത്ത് ചിരിക്കാനും ഒരു ദിവസം. എത്രയൊക്കെ ഓർത്തെടുത്തെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ നമ്മൾ മറക്കാറില്ലേ? അത്യാവശ്യമായി ഒരു സാധനം എടുക്കാൻ റൂമിൽ പോയാൽ റൂമിലെത്തിയാൽ അതെന്തിനാണ് പോയതെന്ന് പോലും ഓർക്കില്ല. ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞാൽ എന്തിനായിരിക്കും ഫ്രിഡ്ജ് തുറന്നതെന്ന് ഓർത്തെടുക്കണം. പ്രിയപ്പെട്ടവരുടെ പിറന്നാൾ ദിനം ഒരാഴ്ച മുന്നേ ഓർത്തെടുത്താലും ആ ദിവസം എത്തിയാൽ മറന്നുപോകും. പ്രിയപ്പെട്ട പാട്ടിന്റെ ഈണം ഓർമ്മയുണ്ടാകും, വരികൾ ഓർമ്മയുണ്ടാകില്ല. അങ്ങനെ എല്ലാ മനുഷ്യരും ഒരുപോലെ മറക്കുന്ന കാര്യങ്ങളുടെ എണ്ണമെടുത്താൽ അതങ്ങനെ നീണ്ടു നിവർന്നു നിൽക്കും. ഈ മറവികളെയൊക്കെ ഇനി ആഘോഷിക്കാം. സ്വാഭാവികമായുള്ള മറവി അതൊരു പ്രശ്നമല്ല. അത് മനുഷ്യസഹജമായ കാര്യമാണ്, ആരോഗ്യകരമായ മനസ്സിന്റെ സവിശേഷത കൂടിയാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ ഈ മറവികൾ വലിയ പ്രശ്നങ്ങളും സൃഷ്ടിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരുടെ പിറന്നാൾ ദിനത്തിൽ അവരെ വിഷ് ചെയ്യാതിരിക്കുന്നത് പരിഭവത്തിനും പിണക്കത്തിനും കാരണമാവാറില്ലേ? ഇന്നത്തെ ദിനത്തിൽ അവരോട് സോറി പറയാം. പ്രധാനപ്പെട്ട മീറ്റിംഗുകളുടെ സമയം, തീയതി നമ്മോട് കൂടുതൽ അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ് ഓർമ്മപ്പെടുത്താൻ പറയാം. ഇത്തരത്തിലെ നമ്മുടെ ചെറിയ ചെറിയ മറവികളെ മറികടക്കാൻ നമ്മുടെ ഡിജിറ്റൽ യുഗത്തിൽ എളുപ്പം പരിഹാരമാർഗവും കണ്ടെത്താം. ഫോണിൽ അലാറം വെച്ചും നോട്ട്സിൽ കുറിച്ചും നമ്മുടെ ഈ ചെറിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം. ചിലപ്പോഴൊക്കെ മറവി ഒരു അനുഗ്രഹം കൂടിയാണ്. അതുകൊണ്ട് ഇത്തരത്തിലെ മറവികളെ പേടിക്കാതെ മറവി കാരണമുണ്ടായ അബദ്ധങ്ങളെപ്പറ്റി ഓർത്ത് ഇന്നത്തെ ദിവസം നമുക്ക് പുഞ്ചിരിക്കാം. ശ്രീനിധി പ്രദീപ്, 24. സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ. RSSന്റെ വിധേയരാകാൻ VD സതീശൻ സർക്കാർ മത്സരിക്കുകയാണെന്ന് ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ കുറ്റപ്പെടുത്തൽ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനം PMAY പദ്ധതി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ദേശാഭിമാനി ലേഖനത്തിലെ MB ഗോവിന്ദന്റെ വിമർശനം. ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് സമരം ശക്തമാക്കാൻ ഒരുങ്ങി തൃശൂർ അമല ജൂബിലി ആശുപത്രികളിലെ നഴ്സുമാർ. ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിലും ഇടക്കാല ആശ്വാസമായി ശമ്പള വർധന അനുവദിക്കില്ല എന്ന നിലപാടാണ് മാനേജ്മെന്റുകൾ സ്വീകരിച്ചത്. ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് സർക്കാർ ബില്ല് കൊണ്ടുവരട്ടെ എന്നാണ് ആശുപത്രികളുടെ നിലപാട്. ഇതോടെ മറ്റ് ആശുപത്രികൾ അംഗീകരിച്ചൊപ്പിട്ട വേതന പരിഷ്കരണ കരാറിൽ തൃശൂരിലെ 2 ആശുപത്രികളും ഒപ്പിടില്ല എന്ന് വ്യക്തമായി. മാനേജ്മെന്റ് നിലപാടിനെതിരെ 100-ലധികം ദിവസമായി തുടരുന്ന സമരം ശക്തമാക്കുമെന്ന് UNA അറിയിച്ചു. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. കൊച്ചി വൈറ്റില ഫ്ലൈ ഓവറിൽ കണ്ടെയ്നർ ലോറി പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചുകയറി അപകടമുണ്ടായി. ആളപായമില്ല. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, ഈ തിരക്കുള്ള പാതയാണ്, ഈ ലോറി ഇടിച്ചു കയറിയിട്ട് ഗതാഗത തടസ്സമുണ്ടോ? ഗോകുൽ, ഇന്ന് രാവിലെയോടുകൂടിയാണ് അപകടം നടന്നത്. കാര്യമായ ഗതാഗതക്കുരുക്ക് ഒന്നുമില്ല. കാരണം ഇതൊരു പീക്ക് ടൈം അല്ല, വാഹനങ്ങൾ കാര്യമായി ഇല്ലാത്തൊരു സമയമാണ്. ഇതാ ഈ കാണുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അത് ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് വരികയായിരുന്നു. ഇതിനകത്ത് പൈപ്പാണ്, ഇരുമ്പ് പൈപ്പാണ്. അത് വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞ് അപകടത്തിൽപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് അപകടം നടന്നത്. ആൾക്കാർക്ക്, ഈ ഡ്രൈവർ മാത്രമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ആർക്കും അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. ഇതിലിപ്പോൾ ഒരു ആശങ്കയായി നിലനിൽക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ്. കാരണം വൈറ്റില മേൽപ്പാലത്തിൻ്റെ പുതിയ ഫ്ലൈ ഓവറിൻ്റെ കൈവരിയിലേക്കാണ് ഇത് ഇടിച്ച്, തുടങ്ങുന്ന സ്ഥലത്തുള്ള കൈവരിയിലേക്കാണ് ഇത് ഇടിച്ച് കയറിയിട്ടുള്ളത്. വാഹനത്തിൻ്റെ ഒരു ഭാഗം വൈറ്റില മേൽപ്പാലത്തിലും മറുഭാഗം ഇതിൻ്റെ അപ്രോച്ച് റോഡിലേക്കുമായാണ് നിൽക്കുന്നത്. വാഹനം ഒരു വശത്തേക്ക് ചരിഞ്ഞും നിൽക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. വാഹനം മാറ്റാനുള്ള നടപടിയിലേക്ക് കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാവുന്നത്. ഇപ്പോൾ ഇവിടെ നാഷണൽ ഹൈവേ സർവൈലൻസ് യൂണിറ്റും അതിൻ്റെ മൊബൈൽ യൂണിറ്റും ഒക്കെ ഇവിടെ ഉണ്ട്. ഈ വാഹനം നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിലെ വാഹനം മാറ്റുന്ന നടപടിയിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആളുകൾ ഉണ്ട്. എന്തായാലും ഇത് വാഹനം പെട്ടെന്ന് മാറ്റാനാകും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഡ്രൈവർ മാത്രമാണ് ഇപ്പോൾ ഈ വാഹനവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. രാവിലെയോടുകൂടി അപകടം നടന്നു. പെട്ടെന്ന് ആക്സിൽ ഓടുകയും നിയന്ത്രണം നഷ്ടപ്പെടുകയും ഈ കൈവരിയിലേക്ക്
ഇടിച്ചു കയറിയെന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇതിലൊരു ആശങ്ക നിൽക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വാഹനത്തിന് ചെറിയൊരു ചരിവുണ്ട്. അത് ഇങ്ങോട്ടേക്ക് ഈ റോഡിൻ്റെ വശത്തേക്ക് വീഴാനുള്ള അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ബൈക്ക് യാത്രക്കാരൊക്കെ പോകുമ്പോൾ ഒരല്പം ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് വാഹനം എത്രയും പെട്ടെന്ന് മാറ്റണം. വാഹനം എത്രയും പെട്ടെന്ന് മാറ്റില്ലെങ്കിൽ മറ്റൊരു പ്രതിസന്ധി ഉള്ളത് ഇപ്പോൾ 8 മണിയോടുകൂടി സ്കൂൾ ടൈം ആരംഭിക്കും. പിന്നീട് ഈ റോഡ് എന്ന് പറയുന്നത് വളരെ തിരക്കുള്ള സാധാരണഗതിയിൽ തന്നെ ബ്ലോക്കുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോറി കൂടി തങ്ങിയൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് പിന്നീടും ഗതാഗത കുരുക്ക് വലിയ രൂക്ഷമാക്കാനുള്ള സാധ്യതയുണ്ട്. പോലീസ് എത്തി ബാക്കി നടപടികളൊക്കെ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗൂഗിൾ ജീവൻ മരണ പോരാട്ടത്തിൽ ക്രൊയേഷ്യയെ നേരിടാൻ പോർച്ചുഗൽ ഇറങ്ങുന്ന ദിവസത്തിന് ഒരു തീരാനഷ്ടത്തിന്റെ കഥ കൂടി പറയാനുണ്ട്. ഇന്ന് പറങ്കിപ്പടയ്ക്കായി പോരാടേണ്ടിയിരുന്ന ഡിയാഗോ ജോട്ടയെ മരണം കവർന്നെടുത്തത് കഴിഞ്ഞ വർഷം ജൂലൈ 3-നാണ്. ക്ലബിനും രാജ്യത്തിനുമായി മിന്നും ഫോമിൽ കളിക്കുമ്പോഴാണ് ജോട്ട അപകടത്തിൽ കളിക്കളത്തിനോടും ലോകത്തോടും വിട പറയുന്നത്. അകലെ എവിടെയോ അവനുണ്ടാവും. പറങ്കിപ്പടയുടെ ഓരോ മത്സരവും ആർപ്പുവിളികളോടെ കണ്ടുകൊണ്ട്. നാളെ ക്രൊയേഷ്യക്കെതിരെയുള്ള പോരാട്ടത്തിന് പോർച്ചുഗൽ ഇറങ്ങുമ്പോൾ ആ മുഖം മനസ്സിലേക്ക് കടന്നു വരാത്ത ഒരാളുമുണ്ടാവില്ല. അത്ര വേഗം അവനെ എങ്ങനെ മറവിക്ക് വിട്ടുകൊടുക്കാനാകും? 1 വർഷം മുൻപുള്ള ഇതേ ദിവസം ആനന്ദത്തിൻ്റെ അങ്ങേ തലയ്ക്കലായിരുന്നു ഡിയോഗോ ജോട്ട. ഹൃദയത്തിൻ്റെ ഒരു പാതിയിൽ ഫുട്ബോളിനെയും മറുപാതിയിൽ പ്രണയിനി റൂത്ത് കാർഡോസോയെയും സൂക്ഷിച്ചിരുന്നവനാണ് ജോട്ട. തൻ്റെ ക്ലബ്ബായ ലിവർപൂൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ജേതാക്കളായിരിക്കുന്നു. പോർച്ചുഗലാകട്ടെ യൂറോ ചാമ്പ്യന്മാരും. ഒരു പതിറ്റാണ്ടിലെ പ്രണയത്തിന് ശേഷം ദിവസങ്ങൾക്ക് മുൻപ് റൂത്തിനെ തൻ്റെ ജീവൻ്റെ പാതിയാക്കിയിരിക്കുന്നു. സന്തോഷിക്കാൻ ഇതിൽ പരം എന്താണ് വേണ്ടത്? ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം ഇല്ലാതായി. മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ അപ്രതീക്ഷിതമായി റെഡ് കാർഡ് കിട്ടും പോലെ ഒരു വാഹനാപകടം. ജോട്ടയും അനുജൻ ആന്ദ്രേ സിൽവയും എന്നേക്കുമായി യാത്രയായി. തൻ്റെ പ്രിയതമ പങ്കുവച്ച വിവാഹ വീഡിയോ പോലും കാണും മുൻപേയുള്ള മടക്കം. ഇന്ന് പോർച്ചുഗൽ നിരയിലെ കുന്തമുന ആകേണ്ട താരമായിരുന്നു ജോട്ടോ. മധ്യനിരയിലും മുന്നേറ്റ നിരയിലും അവന് വഴങ്ങാത്ത റോളുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ലോകകപ്പിൽ ആ വേഷമാടാൻ വിധി ജോട്ടയെ അനുവദിച്ചില്ല. ജോട്ടയ്ക്കായി ഈ ലോകകപ്പ് നേടുമെന്നാണ് പോർച്ചുഗൽ പരിശീലകന്റെ ഉറപ്പ്. ജോട്ടയും ആ നിമിഷം ഒരുപാട് കൊതിച്ചിട്ടുണ്ടാകും. കളത്തിലില്ലെങ്കിലും ഓർമ്മകൾ കൊണ്ട് ഊർജം പകർന്ന് തൻ്റെ ടീമിനെ കിരീടത്തിലേക്ക് എത്തിക്കാൻ ജോട്ടയുടെ അദൃശ്യ സാന്നിധ്യമുണ്ടാകും. വേൾഡ് കപ്പ് ഡെസ്ക് 24. വെറുതെ കേട്ട് മറക്കേണ്ടവരാണോ എഴുതിത്തള്ളേണ്ടവരെ അല്ല തങ്ങൾ എന്ന് തെളിയിച്ചാണ് കോങ്കോ ലോകകപ്പ് വേദിയിൽ നിന്ന് പടിയിറങ്ങുന്നത്. ഇംഗ്ലീഷ് സംഘത്തെ വെള്ളം കുടിപ്പിച്ച പ്രകടനം ഫുട്ബോൾ പ്രേമികൾക്ക് എന്നും ഓർത്തിരിക്കാനുള്ളതാണ്. കോങ്കോയുടെ ലോകകപ്പ് യാത്ര ഒരിക്കലും തളരാത്ത പോരാട്ടത്തിന്റെ കഥ കൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. ഒരു നാടിൻ്റെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ പ്രതിരോധ കോട്ട കെട്ടി ആക്രമിച്ചു മുന്നേറി സർവ്വതും നൽകിയാണ് ആ സംഘത്തിൻ്റെ മടക്കം. ഇത് കോങ്കോയുടെ കഥയാണ്. 54 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വിശ്വമാമാങ്കവേദിയിൽ പന്ത് തട്ടാനെത്തിയ ടീം പോർച്ചുഗലിനെ സമനിലയിൽ തളച്ചു തുടക്കം. കൊളംബിയയോടേറ്റ തോൽവി, ഉസ്ബെക്കിസ്ഥാനെ തകർത്തുള്ള തിരിച്ചുവരവ്. നോക്കൌട്ടിൽ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നേരിട്ടത് ഫുട്ബോളിൻ്റെ അധികായരായ സാക്ഷാൽ ഇംഗ്ലണ്ടിനെ. 7-ാം മിനിറ്റിൽ ഇംഗ്ലണ്ടിനുമേൽ ആദ്യ പ്രഹരം. ഒരു നോക്കൌട്ട് മത്സരത്തിൽ ആദ്യ ഗോൾ നേടുന്ന റെക്കോർഡ് സ്വന്തമാക്കി. പിന്നെ കണ്ടത് തോൽക്കാൻ മനസ്സില്ലാത്ത 11 പേരുടെ പോരാട്ടമായിരുന്നു. ഇംഗ്ലണ്ട് മുന്നേറ്റങ്ങളെ പ്രതിരോധിച്ചു. ഗോൾ പോസ്റ്റിന് മുന്നിൽ കാവൽമാലാകയായി ലിയോണൽ എംപാസി. ഗോളെന്നുറപ്പിച്ച 4 നീക്കങ്ങൾക്കാണ് ഈ 31-കാരൻ തടയിട്ടത്. തങ്ങളാലാകും വിധം എല്ലാം കൊടുത്തു പോരാടിയ നിമിഷങ്ങൾ. അന്തിമ വിസിൽ മുഴങ്ങിയപ്പോൾ ആ സ്വപ്നം പാതിവഴിയിൽ അവസാനിച്ചു. ഒന്നുറപ്പാണ്, ഫുട്ബോളിൻ്റെ ഭൂപടത്തിൽ തങ്ങൾക്കും സ്ഥാനമുണ്ടെന്നുറക്കെ പറഞ്ഞാണ് ഈ ആഫ്രിക്കക്കാർ മടങ്ങുന്നത്. കാത്തിരിക്കാം വീണ്ടും ഈ പോരാട്ട വീര്യത്തിന് സാക്ഷിയാകാൻ. അസ്ഹർ ബിൻ അസീസ്, വേൾഡ് കപ്പ് ഡെസ്ക് 24.
തൂഫാൻ ദി നാർക്കോ ഹണ്ട് പരിശോധനയിൽ ലഹരി വിതരണക്കാർ കൊച്ചിയിൽ പിടിയിൽ. മുഖ്യ വിതരണക്കാരായ അമൽ ജോർജ്, അഭിജിത്ത് എന്നിവരാണ് ഡാൻസ് ഓഫിന്റെ പിടിയിലായത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, തൂഫാൻ ദി നാർക്കോ ഹണ്ട് തുടങ്ങി അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിലേക്ക്, വിതരണക്കാരിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. ഇവർ മുഖ്യ വിതരണക്കാരാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവർക്ക് എവിടെ നിന്നാണ് ഈ വസ്തുക്കൾ കിട്ടുന്നത് എന്നത് ഉൾപ്പെടെയുള്ള അന്വേഷണത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ടോ ഇപ്പോൾ സംഘം? പ്രവിത, ചേരാനെല്ലൂരിൽ നിന്നാണ് രണ്ടുപേരെയും പിടികൂടിയത്. ഇവരുടെ പക്കൽ നിന്ന് 15 ഗ്രാം MDMA കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ വാടകയ്ക്കെടുത്ത് വിൽപ്പന നടത്തുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇവരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ പിടിയിലായിട്ടുള്ള അമൽ ജോർജ്, അയാൾ 1 വർഷം മുമ്പ് കാക്കനാട് നിന്ന് ഫ്ളാറ്റിൽ 250 ഗ്രാം MDMAയുമായി പിടികൂടിയതാണ്. അതിനുശേഷം ജയിലിലായിരുന്നു. പിന്നീട് പുറത്തിറങ്ങി വീണ്ടും MDMA കച്ചവടം സുലഭമായി നടത്തുന്നു എന്നാണ് ഈ അറസ്റ്റിൽ നിന്ന് മനസ്സിലാവുന്നത്. കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഡോക്ടർമാർ, അതോടൊപ്പം തന്നെ മുഖ്യ സിനിമാക്കാർക്കൊക്കെ വിതരണം ചെയ്യുന്ന ആളാണ് അമൽ ജോർജ് എന്നുള്ളതാണ് ഡാൻസ് ഓഫിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചേരാനെല്ലൂർ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് അമൽ ജോർജിനെ ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. എന്തായാലും ഇയാളെ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് തീരുമാനം. കഴിഞ്ഞ ഈ നാർക്കോ ഹണ്ടുമായി ബന്ധപ്പെട്ട്, ഈ തൂഫാൻ നാർക്കോ ഹണ്ടുമായി ബന്ധപ്പെട്ട് ഏകദേശം 300 ഗ്രാമോളം ആശിഷ് ഓയിലും അതോടൊപ്പം തന്നെ 1 കിലോയ്ക്ക് അടുത്ത് MDMAയും കൊച്ചിയിൽ നിന്ന് മാത്രം പിടികൂടിയിട്ടുണ്ട്. ഒരു വശത്ത് പരിശോധനകൾ കനക്കുമ്പോൾ മറുവശത്ത് വിൽപ്പനയും ഉപഭോഗവും ഒക്കെ വർദ്ധിച്ചു വരികയാണ്. കട്ട് ചെയ്യാനുള്ള, സപ്ലൈ അടക്കം കട്ട് ചെയ്യാനുള്ള കർശന നടപടിയിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. പ്രവിത, ശരി, അതാണ് മുഖ്യ വിതരണക്കാരാണ് ഇപ്പോൾ ഡാൻസ് ഓഫിന്റെ പിടിയിലായിരിക്കുന്നത്. എന്തായാലും തൂഫാൻ ദ നാർക്കോ ഹണ്ട് അത് വിപുലമായി തന്നെ നടത്തുന്നു എന്നുള്ളതാണ് അല്ലേ? ആ ക്യാമ്പയിൻ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്ന ഓപ്പറേഷനിൽ നിരവധി ഇടങ്ങളിലായി ലഹരി പിടിക്കുന്നു. ഒപ്പം തന്നെ എക്സൈസിന്റെ ഓപ്പറേഷൻ തണ്ടറും ഒരേ സമയം തന്നെ ആക്റ്റീവായി ആക്ഷനിലുണ്ട്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം 3 ആഴ്ച പിന്നിട്ടിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകുന്നതായി പരാതി. ട്രോളിംഗ് കാലയളവിൽ സർക്കാർ നൽകുന്ന സൗജന്യ റേഷൻ വിതരണം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ഫിഷറീസ് വകുപ്പ് ഗുണഭോക്താക്കളുടെ പട്ടിക കൈമാറാൻ വൈകിയതാണ് വിതരണം മുടങ്ങാൻ കാരണം. വരുമാന മാർഗമടഞ്ഞ സാഹചര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. ട്രോളിംഗ് നിരോധനം തുടങ്ങി 22 ദിവസങ്ങൾ പിന്നിടുമ്പോൾ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ നിന്നും ഉയരുന്നത് പട്ടിണിയുടെയും വിലാപത്തിന്റെയും ശബ്ദങ്ങളാണ്. കടലിൽ പോകാൻ കഴിയാത്ത മത്സ്യത്തൊഴിലാളികളുടെ ഏക ആശ്രയമായ സൗജന്യ റേഷൻ വിതരണം പൂർണ്ണമായും മുടങ്ങിയിരിക്കുകയാണ്. ട്രോളിംഗ് നിരോധനത്തിനു മുമ്പ് ഉപഭോക്താക്കളുടെ പട്ടിക തയ്യാറാക്കി ഫിഷറീസ് വകുപ്പ് സിവിൽ സപ്ലൈസിന് കൈമാറേണ്ടതായിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയും കാലതാമസവുമാണ് റേഷൻ വിതരണം വൈകാൻ കാരണം. ഇതോടെ വരും ദിവസങ്ങളിൽ എങ്ങനെ അടുപ്പ് പുകയ്ക്കുമെന്ന ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. സർക്കാരിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് സാധാരണ കിട്ടാനുള്ളത് ഒരു റേഷനരി മാത്രമാണ്. എന്നാണ് ട്രോളിംഗ് നിരോധനം ആരംഭിച്ച അക്കാലം തൊട്ട് ഇക്കാലം വരെ ആകെ കിട്ടുന്നത് സൗജന്യ റേഷനാണ്. പക്ഷേ പല പ്രാവശ്യം മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളിലെ ഫിഷറീസ് മന്ത്രിമാരും വിളിക്കുന്ന മീറ്റിങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്. ആ മീറ്റിങ്ങിലൊക്കെ ഞങ്ങൾ പറയും ട്രോളിംഗ് നിരോധന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം സർക്കാർ പ്രഖ്യാപിക്കുന്നത്. ഇക്കാലം വരെ മാറി മാറി വന്ന സർക്കാരുകൾ ഈ വിഭാഗം അവഗണിക്കാക്കിയത് ഒരു പൈസ പോലും സർക്കാർ തരുന്നില്ല. അത് വളരെ ദയനീയ അവസ്ഥയാണ്. മത്സ്യത്തൊഴിലാളി ഈ 52 ദിവസം വയറ് പട്ടിണി കിടക്കുമ്പോഴാണ് ഈ വിഭാഗം കിടക്കുന്നത്. സർക്കാരിൻ്റെ ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ കഴിഞ്ഞ ട്രോളിംഗ് നിരോധനത്തിന് മുന്നിൽ ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് ഇപ്പോൾ നൽകാനുള്ള അരികളൊക്കെ ഞങ്ങളെ ഗോഡൗണിൽ എത്തിയിട്ടുണ്ട്, എല്ലാം കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ സാധനങ്ങൾ ഇതുവരെയായിട്ട് ഒരു ഷോപ്പിൽ എത്തിയിട്ടില്ല. റേഷൻ കൊണ്ട് മാത്രം തീരുന്നതല്ല തീരദേശത്തെ പ്രതിസന്ധികൾ. പുതിയ അധ്യയന വർഷം തുടങ്ങിയതോടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ്, ബാങ്ക് വായ്പകളുടെ തിരിച്ചടവ്, നിത്യച്ചെലവുകൾ എന്നിവ കണ്ടെത്താനാവാതെ തൊഴിലാളികൾ വലയുകയാണ്. റേഷനൊപ്പം പ്രത്യേക സാമ്പത്തിക പാക്കേജും സർക്കാർ പ്രഖ്യാപിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ട്രോളിംഗ് നിരോധന കാലം വറുതിയുടെ കാലഘട്ടമാണ്. ഈ കാലയളവിൽ ലഭിക്കേണ്ട സർക്കാർ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകണമെന്നാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ആവശ്യം. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അനീഷ് ദേവസ്യ, 24 കോഴിക്കോട്. ന്യൂയോർക്കിലെ ആദ്യകാല മലയാളി സംഘടനകളിൽ ഒന്നായ ലോങ് ഐലൻഡ് മലയാളി അസോസിയേഷൻ ലിംകയുടെ പുതിയ സാരഥികൾ ചുമതലയേറ്റു. ഫോമിയുടെ മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ ലാലി കളപ്പുരയ്ക്കലാണ് പുതിയ പ്രസിഡന്റ്. തോമസ് ടിയൂമനി സെക്രട്ടറിയായും ജയചന്ദ്രനെ ട്രഷററായും തിരഞ്ഞെടുത്തു. സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കൊപ്പം ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്കും വരും നാളുകളിൽ കൂടുതൽ പരിഗണന നൽകുമെന്ന് പുതിയ ഭാരവാഹികൾ വ്യക്തമാക്കി. ലോങ് ഐലൻഡിലെ മുഴുവൻ മലയാളി സമൂഹത്തിന്റെയും
സ്വന്തം സംഘടനയായി ഈ പ്രസ്ഥാനത്തെ മാറ്റുകയാണ് പുതിയ നേതൃത്വത്തിന്റെ ലക്ഷ്യം. 16ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടി ഇന്ന് ഡൽഹിയിൽ നടക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകായിച്ചി ഇന്ത്യയിലെത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധം, സാമ്പത്തിക സുരക്ഷ, നിർമ്മിത ബുദ്ധി, നിർണായക ധാതുക്കൾ എന്നിവ കേന്ദ്രീകരിച്ചാകും ചർച്ച നടത്തുക. ഇന്ത്യക്കും ജപ്പാനുമിടയിൽ 1 ഡസനിലധികം സഹകരണ കരാറുകളിൽ ഒപ്പുവച്ചേക്കും. ജപ്പാൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ ആദ്യമായാണ് തകായിച്ചി ഇന്ത്യ സന്ദർശിക്കുന്നത്. സന്ദർശന വേളയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകായിച്ചി ഇന്ത്യ ജപ്പാൻ ബിസിനസ് ഫോറത്തിലും പങ്കെടുക്കും. ഇതൊരു ന്യൂസ് ബ്രേക്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.